എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ 13-ാം തീയതി വരെ നടക്കും. ഇതുവരെ ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ സമർപ്പിക്കാത്തവർക്കും ഓൾറെഡി അപേക്ഷ സമർപ്പിച്ചവർക്കും നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോളിടെക്നിക് കോളേജുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോളിടെക്നിക് കോളേജിൽ വേക്കൻസി ഉള്ള സീറ്റുകളിൽ അഡ്മിഷൻ നേടാനായിട്ടാണ് നിലവിൽ ഇപ്പോൾ അവസരമുള്ളത്. ഏതൊക്കെ കോളേജിലാണ് വേക്കൻസി ഉള്ളത് എന്നറിയാനായിട്ട് വിദ്യാർത്ഥികൾ polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് റെഗുലർ അഡ്മിഷൻ 2024-25 എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഇവിടെ അതായത് നിങ്ങൾക്ക് 13-ാം തീയതി വരെയാണ് ഈ ഒരു അലോട്ട്മെൻ്റ് അല്ല, നേരിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക. രാവിലെ 10 മണി മുതൽ ഏകദേശം 11 മണി വരെ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് അതിൽ പങ്കെടുക്കാൻ സാധിക്കുക. ഏതൊക്കെ കോളേജിലാണ് വേക്കൻസി ഉള്ളത് എന്നറിയാനായിട്ട് വേക്കൻസി പൊസിഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോളിടെക്നിക് കോളേജ്, അതായത് നിങ്ങൾ ഏത് കോളേജിലാണോ പോകാൻ താല്പര്യപ്പെടുന്നത് ആ ഒരു പോളിടെക്നിക് കോളേജിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഇതേ രീതിയിൽ പരിശോധിക്കാവുന്നതാണ്. വേക്കൻസി ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. വേക്കൻസി ഇല്ലാത്ത കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ചില കോഴ്സുകൾ നോക്കുന്ന സമയത്ത് അതായത് ചില കോളേജിൽ ഇതേ രീതിയിലാണ് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ചില പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ ഇവിടെ ഇതേപോലെ വേക്കൻസി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആ ഒരു കോളേജിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുകയും പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് വേക്കൻസി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ നേരിട്ട് പങ്കെടുത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് വേക്കൻസി പോളിടെക്നിക് കോളേജിൽ ഉണ്ടോ എന്ന് നോക്കിയ ശേഷം നിങ്ങൾക്ക് ആ ഒരു പോളിടെക്നിക് കോളേജിൽ പോയി കഴിഞ്ഞാൽ വേക്കൻസി ഉണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഓരോ കോളേജിലും വിവിധ കോഴ്സുകൾക്ക് വേക്കൻസി കാണാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ വേക്കൻസി ഉണ്ടോ എന്ന് പരിശോധിച്ച് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെപ്റ്റംബർ 13-ാം തീയതിക്കകം പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ നേരത്തെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വേക്കൻസി ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഈ ഒരു പോളിടെക്നിക് കോളേജിൻ്റെ ഷെഡ്യൂൾസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അറിയാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു ചെക്കല്ല സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും ഇതേ രീതിയിൽ ഷെഡ്യൂൾ വന്നതായിട്ട് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഏത് കോളേജിൻ്റേതാണ് ഷെഡ്യൂൾ അറിയേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു PDF നിങ്ങൾ ഏത് സമയത്താണ് കോളേജിൽ ഹാജരാവേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ജസ്റ്റ് ഞാനിപ്പോൾ ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഇതേ രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ഇന്ന ദിവസം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു പോളിടെക്നിക് കോളേജിൽ പോവുക, വേക്കൻസി ഉള്ള കോഴ്സിൽ അഡ്മിഷൻ നേടുക. പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അവിടെ കോളേജിൽ എത്ര രൂപയാണ് ഫീസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കുക. അതായത് ഈ ഒരു അഡ്മിഷൻ എടുക്കാനായിട്ട് എത്ര ഫീസ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ഇത് ഏഗോൺ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൻ്റേതാണ്. അതായത് ഏഗോൺ സർക്കാർ പോളിടെക്നിക് കോളേജിലെ റെഗുലർ ഡിപ്ലോമ കോഴ്സിൽ ഒഴിവുള്ള ഏതാനും സീറ്റിലേക്ക് 11-ാം തീയതി ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ ഏഗോൺ സർക്കാർ പോളിടെക്നിക് കോളേജിൽ വെച്ച് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നതായിരിക്കും. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അപേക്ഷകരും പുതുതായിട്ട് അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിച്ചവരും അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാവണം. നിലവിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളവരും ബ്രാഞ്ച് മാറ്റമോ സ്ഥാപന മാറ്റമോ ആഗ്രഹിക്കുന്നവരും ആയ വിദ്യാർത്ഥികൾ നിലവിലെ അഡ്മിഷൻ സ്ലിപ്പ് ഹാജരാക്കണം. നിലവിൽ ലഭ്യമായിട്ടുള്ള ഒഴിവുകൾ പോളിടെക്നിക് അടിസ്ഥാനത്തിൽ വെബ്സൈറ്റിൽ, അതായത് polyadmission.org വെബ്സൈറ്റിലെ വേക്കൻസി പൊസിഷൻ എന്ന ലിങ്ക് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ജില്ലയും അതുപോലെ ഏത് പോളിടെക്നിക് കോളേജാണ് എന്നുള്ളത് നൽകി ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേക്കൻസി അറിയാൻ പറ്റും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ എത്ര വേക്കൻസി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. രജിസ്ട്രേഷൻ രാവിലെ 9:30 മുതൽ 10:30 വരെയാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത് കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവിധ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും എടുക്കണം. അതുപോലെ SSLC അല്ലെങ്കിൽ THSLC, VHSC മാർക്ക് ലിസ്റ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ, അതുപോലെ TC, അതുപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ, ഇൻകം സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ, അതുപോലെ EWS നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ, ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഈ ഒരു 3 വർഷ കാലാവധി കഴിയാത്തത്, EWS നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ അതിൻ്റെ കാലാവധി 1 വർഷമാണ്. വിദ്യാർത്ഥികൾക്ക് ഫീസ് അടക്കുന്നതിനായിട്ട് നിർബന്ധമായിട്ടും ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI, ഗൂഗിൾ പേ എന്നീ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണം. ഫീസ് 4105 രൂപയാണ്. അതുപോലെ PTA ഫണ്ട് ഈ ഒരു ക്യാഷായിട്ട് 3000 രൂപയും അടക്കണം. അപ്പോൾ ഈ രീതിയിലാണ് ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കോളേജിലും എത്ര രൂപയാണ് ഫീസ് വരുന്നത് എന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ആ ഒരു പോളിടെക്നിക് കോളേജിൻ്റെ ഷെഡ്യൂൾസിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെപ്റ്റംബർ 13-ാം തീയതിയാണ് ഈ ഒരു
13-ാം തീയതി വരെയാണ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ ഏത് കോളേജിലാണോ അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്നത് ആ ഒരു പോളിടെക്നിക് കോളേജിൻ്റെ ആ ഒരു ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി, അതായത് ആ സമയം കൊടുത്തിട്ടുണ്ടാകും എത്ര സമയം വരെയാണ് എന്നുള്ളത്. ചില കോളേജ് 11 മണി വരെ, ചില കോളേജ് 11:30 വരെയൊക്കെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് അവസരം കൊടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വാക്കൻസി കൂടി നോക്കി ഇതിൽ പങ്കെടുത്ത് അഡ്മിഷൻ നേടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെയുള്ള കോൺടാക്റ്റ് അസ് എന്നുള്ളതിൽ കൊടുത്ത നമ്പേഴ്സിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടുത്തെ ആ ഒരു നമ്പറാണ് വേണ്ടത്, അത് ഏത് ജില്ലയിലേതാണ് വേണ്ടത് അതിനനുസരിച്ച് ക്ലിക്ക് ഹിയർ ടു ഫോർ കോൺടാക്റ്റ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ലഭിക്കുന്നതും അതിൽ പറഞ്ഞിട്ടുള്ള നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.